നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചൂടിൽ വെന്തുരുക്കി യൂറോപ്പ്. മനുഷ്യപ്രവർത്തനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം യൂറോപ്പിനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ ചൂടേറിയിടമാക്കി മാറ്റുന്നു എന്ന് ശാസ്ത്രജ്ഞർ. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണതരംഗം പതിവാകാൻ ഇടയാക്കുമെന്ന് മുന്നറിയിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ രേഖപ്പെടുത്തി ഫ്രാൻസും ബ്രിട്ടനും. പശ്ചിമ യൂറോപ്പിൽ അസാധാരണമായ ചൂടിന് കാരണം വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഉഷ്ണവായു വഹിക്കുന്ന ഹീറ്റ് ഡോമസൺ. ചൂട് കാരണമുള്ള മരണങ്ങളുടെ എണ്ണത്തിൽ ഞെട്ടിക്കുന്ന വർധനവ്. യുകെയിലെ നിലവിലെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. യുകെയിലെ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ ഏകദേശം 1000-ഓളം അനധികൃത കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ. വെള്ളിയാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ 14 ബോട്ടുകളിലായി ബ്രിട്ടനിലെത്തിയത് 989 പേർ. 2026 യൂറോപ്യൻ വൻകരയിൽ നിന്നും ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയ 10-ൽ ഒരാൾ എത്തിയത് ഹോളിഡേ വാരാന്ത്യത്തിൽ. ചാനൽ വഴി അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ എടുത്ത് അധികൃതർ. ഫ്രാൻസിലെ ബീച്ചുകളിൽ പരിശോധനകൾ നടത്താനും മനുഷ്യക്കടത്ത് സംഘത്തെ ജയിലിൽ അടയ്ക്കാനുമായി ഫ്രാൻസുമായി ബ്രിട്ടൻ കരാറുണ്ടാക്കി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക സന്നദ്ധമാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. റൂബിയോയുടെ പ്രതികരണം കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ വ്യോമാക്രമണം ശക്തമാക്കുകയും നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യുക്രൈനിലെ US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് സെർജി ലാവ്റോവ് അമേരിക്കൻ പ്രതിനിധിയോട് നിർദ്ദേശിച്ചതായും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് അടിയന്തര ഘട്ടത്തിൽ നൽകി വരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സഹായങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക. നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ പ്രതിസന്ധി. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയേക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സൈന്യത്തിനായി ആവശ്യത്തിന് പണം ചെലവഴിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജർമ്മനിയിൽ നിന്ന് 10,000-കണക്കിന് US സൈനികരെ പിൻവലിക്കുമെന്നും ട്രംപ്. വിഷയത്തിൽ പ്രതികരിക്കാതെ ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ശരിവെച്ച് സുപ്രീം കോടതി. SIR നടപടി ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്ന ഒന്നാണെന്നും കൃത്യവും സമഗ്രവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്നും കോടതി. പുതിയ നടപടി നിലവിലുള്ള നിയമങ്ങളോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുന്നില്ല എന്നും വിധിയിൽ പരാമർശം. കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ഉടൻ ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ. സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി സമ്മർദ്ദതന്ത്രങ്ങളും വിലപേശലുകളും ശക്തമാക്കി സിദ്ധരാമയ്യ അനുകൂലികൾ നടത്തുന്നത് സ്ഥാനമൊഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും DK ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൗൺസിലർമാരുടെ കൂട്ടപ്പലായനം. പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാക്കളും രംഗത്ത്. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. ED ഉദ്യോഗസ്ഥരുടെ പരിശോധന പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിൽ. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടന്നു. നടപടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരാഴ്ച സാവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും അംഗീകരിക്കാതെ കോടതി. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ നൽകിയെന്ന SFIO കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് EDയുടെ റെയ്ഡ്. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ കേസ് നേരെതിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി SIT രേഖപ്പെടുത്തും. നവകേരള സദസ്സിനിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ അടക്കമുള്ളവർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് എഴുതി തള്ളിയത് കേസ് ഡയറി തിരുത്തിയതിനാൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത് കേസ് ഡയറി തിരുത്തിയ സംഭവത്തിൽ. വാർത്തകൾ വിശദമായി. മനുഷ്യപ്രവർത്തനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം യൂറോപ്പിനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ ചൂടേറിയിടമാക്കി മാറ്റുന്നുവെന്ന് ശാസ്ത്രജ്ഞർ. ഉഷ്ണതരംഗം പതിവാകാൻ ഇതിടയാക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. ഫ്രാൻസും ബ്രിട്ടനും ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ രേഖപ്പെടുത്തിയപ്പോൾ പശ്ചിമ യൂറോപ്പ് അതിതീവ്ര ഉഷ്ണതരംഗത്തിന്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. നിരവധി ആരോഗ്യ മുന്നറിയിപ്പുകൾ നിലവിൽ വന്നപ്പോൾ ചൂട് കാരണമുള്ള മരണങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. യൂറോപ്പിനെ വലച്ച് കൊടും ചൂട്. വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഉഷ്ണവായു വഹിക്കുന്ന ഒരു ഹീറ്റ് ഡോമസൺ ഇപ്പോൾ പശ്ചിമ യൂറോപ്പിൽ അസാധാരണമായ ചൂടിന് കാരണമായിരിക്കുകയാണ്. അന്തരീക്ഷമർദ്ദം വർദ്ധിച്ച് ചൂടുള്ള വായു ഒരിടത്ത് കുടുങ്ങിക്കിടന്ന് അമിത താപത്തിന് കാരണമാകുന്ന പ്രതിഭാസമാണ് ഹീറ്റ് ഡോം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ഇന്നലെ യുകെയിലെ താപനില 35 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നു. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് മെയ് മാസത്തിലെ ഏറ്റവും കൂടിയ താപനിലയാണ് ഇത്.
ഫ്രാൻസിൽ തിങ്കളാഴ്ചയായിരുന്നു ഏറ്റവും ചൂടേറിയ മെയ് മാസ ദിനം അനുഭവപ്പെട്ടത്. ഈ ആഴ്ചയുടെ അന്ത്യം വരെ ചൂടേറിയ കാലാവസ്ഥ തുടരാനാണ് സാധ്യത എന്നാണ് ഫ്രാൻസിന്റെ കാലാവസ്ഥാ ഏജൻസി പറയുന്നത്. വാരാന്ത്യം വരെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഓറഞ്ച് ഹീറ്റ് വേവ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ച പാരീസിലെ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തി മരണമടഞ്ഞിരുന്നു. സമാനമായ രീതിയിൽ ലിയോണിൽ ഒരു സ്ത്രീയും മരണപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇപ്പോഴുള്ള ഉഷ്ണതരംഗവുമായി ബന്ധപ്പെട്ട് മരണമടഞ്ഞവരുടെ എണ്ണം 7 ഉയർന്നു. ഇറ്റലിയിലും സ്പെയിനിലും ഉഷ്ണതരംഗം ആഞ്ഞടിക്കുകയാണ്. ഈ ആഴ്ചയുടെ അവസാനത്തോടെയായിരിക്കും സ്പെയിനിൽ തീവ്രമായ ചൂട് അനുഭവപ്പെടുക. ചില ഭാഗങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും സ്പെയിനിലെ കാലാവസ്ഥാ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇറ്റലിയിലെ പല ഭാഗങ്ങളിലും പുറംപണികൾ ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ ഏകദേശം 1000-ഓളം അനധികൃത കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. വെള്ളിയാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ 14 ബോട്ടുകളിലായി 989 ആളുകൾ ബ്രിട്ടനിലെത്തി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനു മുൻപുള്ള 2 ആഴ്ച കാലത്ത് അനധികൃത കുടിയേറ്റക്കാർ ചാനൽ വഴി എത്തിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇക്കഴിഞ്ഞ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ 14 ബോട്ടുകളിലായി 989 അനധികൃത കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ. ഈ വർഷം ഇതുവരെ യൂറോപ്യൻ വൻകരയിൽ നിന്നും ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയ 10-ൽ ഒരാൾ വീതം ഈ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിലാണ് എത്തിയതെന്നും പറയാം. ചാനൽ വഴി അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ എടുക്കുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. ഫ്രാൻസിലെ ബീച്ചുകളിൽ പരിശോധനകൾ നടത്താനും മനുഷ്യക്കടത്ത് സംഘത്തെ ജയിലിൽ അടയ്ക്കുന്നതിനുമായി ഫ്രാൻസുമായി ഒരു സുപ്രധാന കരാർ ഉണ്ടാക്കിയതായും അവർ പറയുന്നു. അതുവഴി 2024-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇതുവരെ 42,000 അഭയാർത്ഥികളെ ചാനൽ കടക്കുന്നതിൽ നിന്ന് തടയാൻ സാധിച്ചുവെന്നും അധികൃതർ അവകാശപ്പെടുന്നു. അതിനോടൊപ്പം ബ്രിട്ടനിൽ അനധികൃതമായി താമസിച്ചിരുന്ന 60,000 പേരെ ഇതിനോടകം നാടുകടത്തിയിട്ടുണ്ടെന്നും അധികൃതർ അവകാശപ്പെട്ടു. യൂറോപ്പിലേക്ക് യാത്ര തിരിച്ച ബ്രിട്ടീഷുകാർക്ക് വിമാനത്താവളത്തിൽ നീണ്ട ക്യൂ അഭിമുഖീകരിക്കേണ്ടി വന്നു. ചില യാത്രക്കാർക്ക് അവർ ബുക്ക് ചെയ്ത വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയ അതിർത്തി പരിശോധനകൾ യൂറോപ്യൻ യൂണിയനിലാകെ യാത്രാ തടസ്സങ്ങൾക്ക് കാരണമാകുന്നത് പതിവാവുകയാണ്. അമിതമായി തിരക്കുള്ള ടെർമിനലുകളിൽ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും തങ്ങളുടെ ദുരിതങ്ങൾ ഓൺലൈൻ വഴി പങ്കുവച്ചു. യൂറോപ്പിലേക്ക് യാത്ര തിരിച്ച ബ്രിട്ടീഷുകാർക്ക് വിമാനത്താവളത്തിൽ ദുരിതങ്ങൾ എന്ന് സൂചന. ഷെൻഗൻ മേഖലയിലേക്ക് പ്രവേശിക്കുകയോ അവിടം വിട്ട് പോവുകയോ ചെയ്യുന്നതിനിടയിലാണ് കാലതാമസവും മറ്റ് ദുരിതങ്ങളും അനുഭവിക്കേണ്ടതായി വന്നത്. ചില യാത്രക്കാർക്ക് അവർ ബുക്ക് ചെയ്ത വിമാനത്തിൽ കയറാൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. പുതിയ അതിർത്തി പരിശോധനകൾ യൂറോപ്യൻ യൂണിയനിലാകെ യാത്രാ തടസ്സങ്ങൾക്ക് കാരണമാകുന്നത് തുടരുകയാണ്. അമിതമായ തിരക്കുള്ള ടെർമിനലുകളിൽ കുടുങ്ങിപ്പോയ പല യാത്രക്കാരും തങ്ങളുടെ ദുരിതങ്ങൾ ഓൺലൈൻ വഴി പങ്കുവച്ചു. വളരെ എളുപ്പത്തിൽ പരിശോധനകൾ പൂർത്തിയാക്കുമെന്ന് കരുതപ്പെട്ട ഗേറ്റ് എവേകളിൽ വളരെ പെട്ടെന്നായിരുന്നു നീണ്ട നിര രൂപപ്പെട്ടത്. പാസ്പോർട്ട് പരിശോധനയ്ക്കായി പതിവിലുമധികം സമയം കാത്തു നിൽക്കേണ്ടതായും വന്നു. പ്രായമായവർക്കും കൊച്ചുകുട്ടികളുമായി വന്ന കുടുംബങ്ങൾക്കും നീണ്ട കാത്തിരിപ്പ് ഏറെ ക്ലേശങ്ങൾ ഉണ്ടാക്കിയതായും പലരും ഓൺലൈനിൽ പങ്കുവച്ച പോസ്റ്റുകളിലൂടെ അറിയിച്ചു. ചിലർക്ക് ബുക്ക് ചെയ്ത വിമാനങ്ങൾ നഷ്ടമായപ്പോൾ പലർക്കും കണക്ഷൻ ഫ്ലൈറ്റുകൾ പിടിക്കാനായില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ജനങ്ങൾക്ക് പുതിയ ഷോക്ക് സമ്മാനിക്കാൻ എനർജി ബില്ലുകളിൽ അടുത്ത വർധന വരുന്നു. ജൂലൈയിൽ എനർജി പ്രൈസ് ക്യാപ്പ് പ്രഖ്യാപിക്കാൻ റെഗുലേറ്റർ ഓഫ്ജം ഒരുങ്ങുമ്പോൾ പ്രതിവർഷം 200 പൗണ്ട് വരെ വർധനയ്ക്കാണ് ഒരുങ്ങുന്നത്. ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായുള്ള ഏറ്റവും പുതിയ വേദനാജനകമായ തീരുമാനമാകും എനർജി പ്രൈസ് ക്യാപ്പായി ഓഫ്ജം പ്രഖ്യാപിക്കുക. യുദ്ധം മൂലം മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ഓയിൽ, ഗ്യാസ് വിതരണം സാരമായ തടസ്സങ്ങൾ നേരിടുകയാണ്. ജൂലൈ 1 മുതൽ ശരാശരി എനർജി ബില്ലുകൾ 19,850 പൗണ്ടിലേക്ക് എത്തുമെന്നാണ് കോൺവാൾ ഇൻസൈറ്റ് പ്രവചിക്കുന്നത്. നിലവിലെ 1,641 പൗണ്ടിൽ നിന്നുമാണ് ഈ വർധന. മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ജീവിത ചെലവ് പ്രതിസന്ധി ശക്തമാക്കുന്നതിനിടെയാണ് ഇതുകൂടി വരുന്നത്. പണപ്പെരുപ്പം ലേബർ ഗവൺമെന്റിന് കനത്ത സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത്. തുടർച്ചയായ മാസങ്ങളിൽ ദൈനംദിനാവശ്യങ്ങൾക്കുള്ള സാധനങ്ങളുടെ വില അതിവേഗം ഉയർന്നതായി ആസ്തയുടെ ട്രാക്കർ വെളിപ്പെടുത്തി. ജോലി ചെയ്ത് ജീവിക്കുന്ന കുടുംബങ്ങളുടെ വരുമാനത്തെക്കാൾ അതിവേഗത്തിലാണ് വില വർധന. തുടർച്ചയായി 3 മാസമായി ഈ സ്ഥിതിയാണ്. യുദ്ധത്തിന്റെ ഫലമായി പെട്രോൾ, ഡീസൽ വില ഉയരുന്നത് ഉപഭോക്താക്കൾക്കും തിരിച്ചടിയാണ്. താരിഫ് കുറച്ചു നിർത്താൻ ഓഫ്ജം ഏർപ്പെടുത്തുന്ന ക്യാപ്പാണ് ജനങ്ങൾക്ക് എനർജി ബില്ലുകളിൽ അല്പം ആശ്വാസം നൽകുന്നത്. UK-യിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് പൗരത്വം നേടാനായി കുടിയേറ്റക്കാർ നെട്ടോട്ടത്തിൽ. ഇമിഗ്രേഷൻ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ UK-യിൽ സെറ്റിൽമെന്റ് നേടുന്നത് ബുദ്ധിമുട്ടായി മാറുമെന്ന ആശങ്കയിലാണ് റെക്കോർഡ് തോതിൽ കുടിയേറ്റക്കാർ അപേക്ഷ സമർപ്പിക്കുന്നത്. ഇമിഗ്രേഷൻ നടപടികൾ പ്രാബല്യത്തിൽ വന്നാൽ UK-യിൽ സെറ്റിൽമെന്റ് നേടുന്നത് ബുദ്ധിമുട്ടായി മാറുമെന്ന ആശങ്കയിൽ UK-യിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷ് പൗരത്വം നേടാനായി കുടിയേറ്റക്കാർ നെട്ടോട്ടത്തിലെന്ന് റിപ്പോർട്ട്. ലേബർ ഗവൺമെന്റ് തയ്യാറാക്കുന്ന പദ്ധതി അധികം വൈകാതെ നിലവിൽ വരുമെന്നാണ് കരുതുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് ഈ വർഷം മാർച്ച് വരെ 3,12,000 അഭയാർത്ഥികൾ, വിദേശ ജോലിക്കാർ, ഫാമിലി ഡിപെൻഡൻസ് എന്നിവരാണ് ബ്രിട്ടീഷ് പൗരത്വത്തിനായി അപേക്ഷിച്ചത്. ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും അപേക്ഷാ സമർപ്പണമാണിത്. 8 വർഷം മുൻപത്തെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇരട്ടി അപേക്ഷകരാണ് ഇപ്പോൾ എത്തുന്നതെന്നും ഹോം ഓഫീസ് കണക്കുകൾ പറയുന്നു.
ഇതേ കാലഘട്ടത്തിൽ ഏകദേശം 3,31,000 ആളുകൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ നേടാനും അപേക്ഷ സമർപ്പിച്ചു. സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുൻപ് രാജ്യത്ത് സ്ഥിരതാമസത്തിന് അനുമതി ലഭിക്കുന്നതാണ് ILR. കഴിഞ്ഞ 2 വർഷത്തിനിടെ ILR അപേക്ഷകളിൽ 28% കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യത്ത് പെർമനന്റ് സെറ്റിൽമെന്റ് നേടുന്നതിന് മുൻപ് കുടിയേറ്റക്കാർ താമസിച്ചിരിക്കേണ്ട കാലയളവ് വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. നിലവിൽ ILRന് 5 വർഷം എന്നതിന് പകരം കുടിയേറ്റക്കാർ 10 വർഷം വരെ കാത്തിരിക്കേണ്ടി വരും. പബ്ലിക് സർവീസിൽ ജോലിയുള്ളവർക്കും ഉയർന്ന വരുമാനക്കാർക്കുമാണ് ഇതിൽ ഇളവ് കിട്ടുക. ബ്രിട്ടനിൽ നിലവിലെത്തിയവരെയും കർശന പദ്ധതികൾ ബാധിക്കുമെന്നതാണ് തിരിച്ചടിയാകുന്നത്. ഇതാണ് നിലവിലെ സിസ്റ്റത്തിന് കീഴിൽ പൗരത്വം നേടാനുള്ള കുടിയേറ്റക്കാരുടെ ഓട്ടത്തിന് പിന്നിൽ. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക ഇപ്പോഴും സന്നദ്ധമാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. യുക്രൈൻ തലസ്ഥാനമായ കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ വ്യോമാക്രമണം ശക്തമാക്കുകയും നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ രാജ്യം വിടാൻ ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. 4 വർഷത്തിലധികമായി തുടരുന്ന റഷ്യ യുക്രൈൻ രക്തരൂക്ഷിതമായ പോരാട്ടം അവസാനിപ്പിക്കാൻ സാധ്യമായ എല്ലാ പിന്തുണയും നൽകാൻ അമേരിക്ക തയ്യാറാണെന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. റഷ്യൻ വിദേശകാര്യ മന്ത്രി സെർജി ലാവ്റോവുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇരുപക്ഷത്തു നിന്നും ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ യുദ്ധത്തിന്റെ ഭീകരതയെയാണ് ഓർമ്മിപ്പിക്കുന്നത്. 2ാം ലോക മഹായുദ്ധത്തെക്കാൾ കൂടുതൽ കാലം ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞു. ഇത് എത്രയും വേഗം അവസാനിക്കേണ്ടതുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ അമേരിക്ക സന്നദ്ധമാണ് എന്ന് മാർക്കോ റൂബിയോ പറഞ്ഞു. യുക്രൈനിലെ US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് സെർജി ലാവ്റോവ് റൂബിയോയുമായി ഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശിച്ചതായി റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ അമേരിക്കൻ എംബസിക്ക് മാത്രമല്ല, കീവിലുള്ള എല്ലാ വിദേശ എംബസികൾക്കും റഷ്യ സമാനമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് റൂബിയോ പിന്നീട് വ്യക്തമാക്കി. കഴിഞ്ഞ വാരാന്ത്യത്തിൽ കീവിൽ റഷ്യ നടത്തിയ 1 ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വിദേശ പൗരന്മാരോടും നയതന്ത്രജ്ഞരോടും അടിയന്തരമായി തലസ്ഥാനം വിടാൻ റഷ്യ ആവശ്യപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ പുതിയ സംഘർഷങ്ങൾ രാജ്യാന്തര ശ്രദ്ധ തിരിക്കുകയും യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളുടെ വേഗത കുറയ്ക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പുതിയ റഷ്യൻ നീക്കം. അടിയന്തര ഘട്ടത്തിൽ യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് നൽകി വരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സൈനിക സഹായങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി ജർമ്മൻ വാർത്താ മാധ്യമമായ സ്പീഗലിന്റെ റിപ്പോർട്ട്. ഇതോടെ നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ പ്രതിസന്ധിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയേക്കുമെന്ന ആശങ്കയും ചില യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഉണ്ട്. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സൈന്യത്തിനായി ആവശ്യത്തിന് പണം ചെലവഴിക്കുന്നില്ല എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി ജർമ്മനിയിൽ നിന്ന് 10,000 കണക്കിന് US സൈനികരെ പിൻവലിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധത്തിനിടയിൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകാത്തതിനെ ട്രംപ് രൂക്ഷമായി വിമർശിച്ചിരുന്നു. നാറ്റോയിൽ നിന്ന് പിന്മാറുന്നതിനെ കുറിച്ചും അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച അവസാനം നാറ്റോ ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ US പ്രതിരോധ സെക്രട്ടറി പീർ ഹെക്സത്തിന്റെ പ്രതിനിധി മറ്റ് അംഗരാജ്യങ്ങളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ പുതിയ പദ്ധതിയെക്കുറിച്ച് ധരിപ്പിച്ചു. റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയും ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ട്രാറ്റജിക് ബോംബറുകൾ, മുൻപ് നൽകിയിരുന്ന തന്ത്രപ്രധാന ബോംബർ വിമാനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കും. യുദ്ധവിമാനങ്ങൾ, US യുദ്ധവിമാനങ്ങളുടെ എണ്ണത്തിൽ 1/3 കുറവുണ്ടാകും. നാവികസേന, നാറ്റോയ്ക്കായി വിട്ടു നൽകുന്ന ഡിസ്ട്രോയർ കപ്പലുകളുടെ എണ്ണം US നാവികസേന കുറയ്ക്കും. സബ്മറൈനുകൾ ഇനി മുതൽ നാറ്റോയ്ക്ക് നൽകില്ല. നിരീക്ഷണ ഡ്രോണുകൾ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തമായി കണ്ടെത്തേണ്ടി വരും. ആയുധങ്ങൾ ഘടിപ്പിച്ച ഡ്രോണുകളുടെ വിതരണവും US വൻതോതിൽ വെട്ടിക്കുറയ്ക്കും. ഇതു സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ജൂൺ ആദ്യവാരം നടക്കുന്ന നാറ്റോ യോഗത്തിൽ US ഔദ്യോഗികമായി വ്യക്തമാക്കുമെന്നാണ് റിപ്പോർട്ട്. വിഷയത്തിൽ പ്രതികരിക്കാൻ ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ നാറ്റോയുടെ സൈനിക ആസൂത്രണങ്ങളിൽ ഇതുവരെ അമേരിക്കയെ അമിതമായി ആശ്രയിച്ചിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നുവെന്ന് നാറ്റോ വക്താവ് സ്പീഗലിനോട് സ്ഥിരീകരിച്ചു. തന്റെ വാർഷിക ആരോഗ്യ പരിശോധന വിജയകരമായി പൂർത്തിയായെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 80-ാം വയസ്സിലേക്ക് അടുക്കുന്ന ട്രംപിന്റെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് രാജ്യാന്തര തലത്തിൽ ചർച്ചകൾ കൊഴുക്കുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച നടത്തിയ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പ്രതികരണവുമായി രംഗത്തെത്തിയത്. അമേരിക്കൻ ചരിത്രത്തിൽ പ്രസിഡന്റ് പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായ ട്രംപിന്റെ ആരോഗ്യം സൂക്ഷ്മ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ വർഷം വീണ്ടും അധികാരമേറ്റ ശേഷമുള്ള ട്രംപിന്റെ 3ാമത്തെ ആരോഗ്യ പരിശോധനയാണ് ഇത്. കൈകളിലെ ചതവുകൾ, ഔദ്യോഗിക യോഗങ്ങൾക്കിടയിലെ ഉറക്കം തൂങ്ങൽ തുടങ്ങിയവയെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് വാഷിംഗ്ടണിലെ വാൾട്ടൺ റീഡ് മിലിറ്ററി ആശുപത്രിയിൽ ട്രംപ് പരിശോധനയ്ക്ക് വിധേയനായത്. എല്ലാം കൃത്യമായി പരിശോധിച്ചെന്ന് ആശുപത്രിയിൽ നിന്ന് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങുന്നതിനിടെ ട്രംപ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ
ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. തന്റെ ആരോഗ്യ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിൽ ട്രംപ് സുതാര്യത പുലർത്തുന്നില്ല എന്ന ആരോപണം പണ്ടേയുണ്ട്. ട്രംപിന്റെ അവസാനത്തെ ഔദ്യോഗിക വാർഷിക പരിശോധന 2025 ഏപ്രിലായിരുന്നു. എന്നാൽ അതിനുശേഷം ഒക്ടോബറിൽ അദ്ദേഹം പെട്ടെന്ന് ആശുപത്രി സന്ദർശനം നടത്തുകയും അതിനെയും വാർഷിക പരിശോധനയ്ക്കായി വൈറ്റ് ഹൌസ് വിശേഷിപ്പിക്കുകയും ചെയ്തത് ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചു. ജോ ബൈഡനേക്കാൾ ശാരീരിക മാനസിക കരുത്ത് തനിക്കുണ്ടെന്ന് ട്രംപ് എപ്പോഴും അവകാശപ്പെടാറുള്ളതിനാൽ ഈ പരിശോധനാ ഫലങ്ങൾ ഏറെ പ്രാധാന്യത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. UK-യിലെ മലയാളി സമൂഹത്തിന് കായികാവേശത്തിന്റെ പുതിയ അധ്യായം സമ്മാനിച്ചുകൊണ്ട് സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 4ാമത് ഓൾ UK വടംവലി മത്സരം 2026 മെയ് 30 ശനിയാഴ്ച ഷ്രൂസ്ബറിയിൽ അരങ്ങേറും. ലണ്ടൻ റോഡ് സ്പോർട്സ് സെന്റർ വേദിയാകുന്ന ഈ കായിക മാമാങ്കത്തിൽ UK-യുടെ വിവിധ പ്രവിശ്യകളിൽ നിന്നുള്ള പ്രമുഖരായ 16 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. UK-യിലെ പ്രവാസി മലയാളി കൂട്ടായ്മകൾക്കിടയിൽ ഇതിനകം തന്നെ വൻ ആവേശമുണർത്തിയ ഈ ടൂർണമെന്റ് പ്രൊഫഷണൽ നിലവാരത്തിലുള്ള മത്സര ക്രമീകരണങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. മത്സരങ്ങളുടെ ക്രമീകരണവും നിബന്ധനകളും കൃത്യമായ മാനദണ്ഡങ്ങളോടെയും അന്താരാഷ്ട്ര നിലവാരത്തോടെയുമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പങ്കെടുക്കുന്ന ടീമുകളുടെ ആകെ ഭാരപരിധി 580 കിലോഗ്രാമായി നിജപ്പെടുത്തിയിരിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 125 പൗണ്ട്. ആകർഷകമായ സമ്മാന തുകകളാണ് വിജയികളെ കാത്തിരിക്കുന്നത്. UK-യിലെ വടംവലി മത്സര ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സമ്മാന തുകകളും എവൻറോളിംഗ് ട്രോഫികളുമാണ് നൽകുന്നത്. 1ാം സ്ഥാനം ലഭിക്കുന്ന ടീമിന് 2001 പൗണ്ടും എവൻറോളിംഗ് ട്രോഫിയും ഉൾപ്പെടെ 8ാം സ്ഥാനം വരെ നീളുന്ന സമ്മാന പെരുമഴയാണ് സമീക്ഷ UK ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ മികച്ച കായിക സംസ്കാരം പുലർത്തുന്ന ടീമിന് ഫെയർ പ്ലേ അവാർഡും ടൂർണമെന്റിലെ മികച്ച കളിക്കാരന് ബെസ്റ്റ് പ്ലെയർ അവാർഡും സമ്മാനിക്കും. 101 പൗണ്ട് വീതമാണ് ഈ പ്രത്യേക പുരസ്കാര ജേതാക്കൾക്ക് നൽകുക. പ്രമുഖ ധനകാര്യ സേവന ദാതാക്കളായ ലൈഫ് പ്രൊട്ടക്റ്റഡ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് സർവീസസ് ആണ് ഈ വൻകിട കായിക മേളയുടെ സ്പോൺസർ. മത്സരക്രമത്തെക്കുറിച്ചോ ടൂർണമെന്റിനെ കുറിച്ചോ ഉള്ള കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ സംഘാടകരുമായി ബന്ധപ്പെടാവുന്നതാണ്. UK-യിലെ മലയാളി കായിക പ്രേമികളെയും പ്രവാസി കൂട്ടായ്മകളെയും ഈ ആവേശ പോരാട്ടത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതായി സമീക്ഷ UK ഭാരവാഹികൾ അറിയിച്ചു. ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായി തുടക്കം കുറിക്കും. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് TV അവാർഡ്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് TV 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 UK-യിലെ മാഞ്ചസ്റ്റർ O2 അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് K ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 128.74 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 95.73 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 111.48 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 US ഡോളർ. ഒരു കാനേഡിയൻ ഡോളർ 69.24 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ശരിവെച്ച് സുപ്രീം കോടതി. SIR നടപടി ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്ന ഒന്നാണെന്നും കൃത്യവും സമഗ്രവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്നും കോടതി നിരീക്ഷിച്ചു. ഈ നടപടി നിലവിലുള്ള നിയമങ്ങളോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുന്നില്ല എന്നും കോടതി വിധിച്ചു. SIR നടപടികൾ ഭരണഘടനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാണെന്നും കോടതി നിരീക്ഷിച്ചു. SIR നടപടി ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്ന ഒന്നാണെന്നും കൃത്യവും സമഗ്രവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്നും നിരീക്ഷിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ശരിവെച്ച് സുപ്രീം കോടതി. കൂടാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്നത് ഒരാളുടെ പൗരത്വം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡമല്ല എന്നും കോടതി വ്യക്തമാക്കി. SIR എന്നത് പിൻവാതിലിലൂടെയുള്ള പൗരത്വ പരിശോധനയാണ് എന്നാരോപിച്ച് ഹർജിക്കാരും പ്രതിപക്ഷവും ഉയർത്തിയ തടസ്സവാദങ്ങൾ കോടതി തള്ളി. വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് ഒഴിവാക്കുന്നത് കൊണ്ട് അയാൾക്ക് പൗരത്വം നഷ്ടമാകുന്നില്ല എന്ന് കോടതി നിരീക്ഷിച്ചു.
പൗരത്വം നിശ്ചയിക്കാനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ല എന്നും, എന്നാൽ വോട്ടർ പട്ടികയിൽ ഒരാളെ ഉൾപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പൗരത്വ പരിശോധനയുടെ പരിമിതമായ വശങ്ങൾ കമ്മീഷൻ ഉപയോഗിക്കാമെന്നും ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഡി.കെ. ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയാകും. ഇത് സംബന്ധിച്ച ഹൈക്കമാൻഡ് തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് വിവരം. അടുത്ത ആഴ്ചയായിരിക്കും ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ. നിലവിൽ സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമാണ് ഡി.കെ. ശിവകുമാർ. ഹൈക്കമാൻഡ് ഡി.കെ. ശിവകുമാറിന് അനുകൂലമായി കർണാടക മുഖ്യമന്ത്രി എന്ന നിലപാടെടുത്തതോടെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനമൊഴിയും. എന്നാൽ സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി സിദ്ധരാമയ്യ ക്യാമ്പ് സമ്മർദ്ദ തന്ത്രങ്ങളും വിലപേശലുകളും ശക്തമാക്കിയിട്ടുണ്ട്. അന്തിമ തീരുമാനത്തിന് മുൻപ് സിദ്ധരാമയ്യ തന്റെ അനുയായികളുമായി കൂടിക്കാഴ്ച നടത്തും. തങ്ങളുടെ നേതാവ് സ്ഥാനം ഒഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും ഡി.കെ. ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങളാണ് സിദ്ധരാമയ്യ അനുകൂലികൾ നടത്തുന്നത്. അധികാര സമവാക്യം നിലനിർത്താൻ ശിവകുമാറിന് കീഴിൽ ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാരെ നിയമിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഉപമുഖ്യമന്ത്രിമാർ ഉണ്ടാകുന്നതിനോട് ശിവകുമാറിന് താല്പര്യമില്ല. പരമാവധി ഒരാളെ മാത്രമേ അനുവദിക്കൂ എന്ന നിലപാടിലാണ് അദ്ദേഹം. പുതിയ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ തങ്ങളുടെ ക്യാമ്പിൽ നിന്നുള്ള ആളായിരിക്കണമെന്നും സിദ്ധരാമയ്യ പക്ഷം ആവശ്യപ്പെടുന്നു. ഈ ആവശ്യങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇത് സർക്കാരിലും പാർട്ടിയിലും ഒന്നിലധികം അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടാൻ കാരണമായേക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്രശ്രമങ്ങൾ ഡൽഹിയിൽ തുടരുകയാണ്. ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ച ഫോർമുല അനുസരിച്ച് സിദ്ധരാമയ്യയ്ക്ക് രാജ്യസഭാ സീറ്റും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു പദവിയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹം സമയം ചോദിച്ചിരിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനം താൻ അംഗീകരിക്കുമെന്ന് സിദ്ധരാമയ്യ തന്റെ അനുയായികളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൗൺസിലർമാരുടെ കൂട്ടപലായനമാണ് നടക്കുന്നത്. വിവിധ നഗരസഭകളിൽ നിന്നായി ഏകദേശം 100 കൗൺസിലർമാർ ഇതിനോടകം രാജി സമർപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ അസംതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിനു പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കൗൺസിലർമാരുടെ കൂട്ടരാജി തുടരുന്നതോടെ തൃണമൂൽ കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇതിനിടെ തൃണമൂൽ MP കാകുലി ഘോഷ് ദസ്തിദാർ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും വഴി തുറന്നു. ഫട്പാറ, ഹാലിസഹർ, കാഞ്ചൻപാറ തുടങ്ങിയ നഗരസഭകളിൽ ഭൂരിഭാഗം കൗൺസിലർമാരും രാജിവെച്ചതോടെ ഭരണസ്തംഭനം ഉണ്ടായിരിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളിൽ തുടർന്നുള്ള കൗൺസിലർമാരുടെ അറസ്റ്റും പാർട്ടിയിൽ പരിഭ്രാന്തി പടർത്തിയിട്ടുണ്ട്. കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീമും പാർട്ടി നേതൃത്വവും തമ്മിലുള്ള ഭിന്നത രൂക്ഷമാണ്. അദ്ദേഹം മേയർ സ്ഥാനം ഒഴിയാൻ ആലോചിക്കുന്നതായും സൂചനകളുണ്ട്. അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങൾക്ക് കോർപ്പറേഷൻ പൊളിറ്റിക്കൽ നോട്ടീസ് നൽകിയതാണ് തർക്കത്തിന് കാരണമായത്. സുവേന്ദു അധികാരി സർക്കാർ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പലയിടത്തും രാജിപ്രവാഹം തുടങ്ങിയത്. കൗൺസിലർമാർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ സർക്കാർ അഡ്മിനിസ്ട്രേറ്റർമാരെ നിയമിച്ചു തുടങ്ങിയിട്ടുണ്ട്. 1998 പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മമതാ ബാനർജി ഇപ്പോൾ നേരിടുന്നതെന്നതാണ് റിപ്പോർട്ടുകൾ. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തുന്നുണ്ട്. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. കേസിൽ ED അന്വേഷണം തുടരണമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട CMRL മാസപ്പടി കേസിൽ പിണറായി വിജയന്റെയും മുൻ മന്ത്രിയും വീണയുടെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെയും വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിലാണ് ED റെയ്ഡ് നടന്നത്. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെയാണ് ഉത്തരവിട്ടത്. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനി MD ശശിധരൻ കർത്ത, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, ജീവനക്കാരായ അഞ്ജു റേച്ചൽ, ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളി. മേൽക്കോടതിയെ സമീപിക്കാൻ ഒരാഴ്ച സാവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ നൽകിയെന്ന SFIO കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് EDയും അന്വേഷണം തുടങ്ങിയത്. കേസിൽ ഉദ്യോഗസ്ഥർക്ക് സമൻസ് നൽകുകയും റെയ്ഡും തുടങ്ങിയതിന് പിന്നാലെയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ പേരിൽ പീഡിപ്പിക്കുന്നു എന്നും കമ്പനിക്കെതിരെ ED അന്വേഷണത്തിനുള്ള തെളിവുകളില്ല എന്നും ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ കോടതിയെ സമീപിച്ചത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ED റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് വിമർശിച്ച MV ഗോവിന്ദൻ പിണറായിയെയും CPMനെയും അങ്ങനെ ദുർബലപ്പെടുത്താനാകില്ല എന്നും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എടുക്കുന്ന കേസുകളിൽ 1% പോലും ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വീടുകളിലെ ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്നും പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് ഇഡി റെയ്ഡിന്റെ ലക്ഷ്യമെന്ന് വിമർശിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രംഗത്ത് വന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും രാഹുൽ ഗാന്ധിയും പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് MV ഗോവിന്ദൻ ചോദിച്ചു. BJPയുടെയും കോൺഗ്രസിന്റെയും ഒരേ ആവശ്യമാണ്. അരവിന്ദ് കെജ്രിവാളിനെ സമാനമായാണ് ജയിലിൽ അടച്ചത്. ഭാവന ചമച്ചാൽ കുറ്റപത്രമാകില്ല എന്ന് കോടതി പറഞ്ഞ് വെറുതെ വിട്ടു. ഇതുപോലൊരു ഭാവന ചമയ്ക്കലാണ് എക്സാലോജി കേസുമെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ആരോപണം അടിസ്ഥാനരഹിതമാണ്. ഡയറിയിൽ പേരുള്ള 2 പേർ ഇന്ന് മന്ത്രിമാരാണ്. പക്ഷേ കേസില്ല. ഇത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ED നടപടിക്കെതിരെ ജനങ്ങളെ നിരത്തി പ്രതിഷേധിക്കുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. തെറ്റായ പ്രവണതയെ ശക്തിയായി പ്രതിരോധിക്കും. ബ്രാഞ്ചുകളിൽ പന്തം കൊളുത്തി പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴിയാണ് SIT രേഖപ്പെടുത്തുക. റിപ്പോർട്ട് കിട്ടിയാൽ സർക്കാർ വിശദീകരണം തേടും. അതേസമയം യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ കേസ് ഡയറി തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും അടക്കം കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിണറായി വിജയന്റെ ഗൺമാൻ അടക്കമുള്ളവർ തല്ലിയ സംഭവത്തിൽ കേസ് ഡയറി തിരുത്തലിലാണ് ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത്. ലോക്കൽ പോലീസ് മാറ്റി നിർത്തിയ പ്രതിഷേധക്കാരെ ഗൺമാനടക്കം മർദ്ദിച്ചുവെന്ന് എഴുതിയ ഡയറി തിരുത്തിയാണ് കേസ് എഴുതി തള്ളിയത്. കേസ് ഡയറി പെൻഡ്രൈവിലാക്കി ADGP MR അജിത് കുമാറിന്റെ ഓഫീസിൽ എത്തിച്ചുവെന്നാണ് ആദ്യ അന്വേഷണ സംഘം SITക്ക് നൽകിയ മൊഴി. എങ്ങനെ ഗൺമാൻ അനിൽ കല്ലൂർ അടക്കം പ്രതിഷേധക്കാരെ മർദ്ദിച്ചതെന്ന് കൃത്യമായ ഡയറിയിൽ പറഞ്ഞിരുന്നു. ലോക്കൽ പോലീസ് പ്രതിഷേധക്കാരെ വലയം തീർത്ത് മാറ്റി നിർത്തിയിരുന്നു. ഇവരെ പിണറായിക്കൊപ്പമുള്ള വാഹനവ്യൂഹത്തിലെ കറുത്ത കാറിൽ നിന്ന് വെള്ള ഷർട്ട് ധരിച്ച ഒരാള് കറുത്ത സ്യൂട്ട് ധരിച്ച 3 പേരും ചാടിയിറങ്ങി. ലാത്തി പോലുള്ള ആയുധം ഉപയോഗിച്ച് 2 പേരെ അടിച്ചു. അതിനുശേഷം കാറിൽ കയറിപ്പോയി എന്നാണ് ഡയറി. ലോക്കൽ പോലീസിനടക്കം പരിക്കേറ്റു. CCTV ദൃശ്യങ്ങളും ആയുധവും കണ്ടെത്തണമെന്നും കൂടുതൽ സാക്ഷികളുടെ മൊഴിയെടുക്കണമെന്നും കേസ് ഡയറിയിലുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നതിനിടെ കണങ്കാലിന് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷിനെ പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കി. മാർഷിന്റെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ ജോഷ് ഇംഗ്ലിഷ് ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുക്കും. IPL-ൽ ലക്നൌ സൂപ്പർ ജയൻസിന്റെ അവസാന മത്സരത്തിൽ നിന്ന് വിട്ടുനിന്ന മാർഷ് വിദഗ്ധ ചികിത്സയ്ക്കായി ഓസ്ട്രേലിയയിലേക്ക് മടങ്ങി. വരുന്ന ശനിയാഴ്ച റാവൽപിണ്ടിയിൽ ആരംഭിക്കുന്ന 3 മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഓസ്ട്രേലിയയുടെ പതിവ് ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനും നഷ്ടമാകും. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ കളിക്കുന്നതിനിടെ കണങ്കാലിന് പരിക്കേറ്റ ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ മിച്ചൽ മാർഷിനെ പാകിസ്ഥാനെതിരായ ഏകദിന പരമ്പരയിൽ നിന്ന് ഒഴിവാക്കിയെന്ന് റിപ്പോർട്ട്. IPL പ്ലേ ഓഫിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനായി കളിക്കുന്നതിനാലാണ് കമ്മിൻസ് ഈ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചൊവ്വാഴ്ച വൈകിട്ട് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. മാർഷ് നിലവിൽ പെർത്തിൽ തുടരും. വിദഗ്ധ പരിശോധനകൾക്കും ചികിത്സയ്ക്കും ശേഷം മാത്രമേ അദ്ദേഹത്തിന് എപ്പോൾ കളിക്കളത്തിലേക്ക് മടങ്ങിവരാൻ സാധിക്കൂ എന്ന് വ്യക്തമാകൂ. ബംഗ്ലാദേശിനെതിരായ വൈറ്റ് ബോൾ പരമ്പരയിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും ക്രിക്കറ്റ് ഓസ്ട്രേലിയ അറിയിച്ചു. ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധ്യതയുണ്ടായിരുന്ന മറ്റൊരു സീനിയർ താരം ട്രാവിസ് ഹെഡിനും IPL മത്സരങ്ങൾ ഉള്ളതിനാൽ പാകിസ്ഥാൻ പരമ്പരയിൽ ഇടം ലഭിച്ചില്ല. ഇതോടെയാണ് ഓസ്ട്രേലിയയുടെ 4ാമത്തെ ചോയ്സായ ജോഷ് ഇംഗ്ലീഷിന് ക്യാപ്റ്റൻസി ലഭിക്കുന്നത്. ഇതിനു മുൻപ് ഒരേയൊരു തവണ മാത്രമാണ് ഇംഗ്ലീഷ് ഓസ്ട്രേലിയയെ നയിച്ചിട്ടുള്ളത്. 2024 നവംബറിൽ പെർത്തിൽ വെച്ച് പാകിസ്ഥാനെതിരെ തന്നെയായിരുന്നു അത്. പാകിസ്ഥാൻ പരമ്പരയ്ക്ക് ശേഷം ജൂൺ 9 മുതൽ ആരംഭിക്കുന്ന ബംഗ്ലാദേശ് പര്യടനത്തിൽ ഓസ്ട്രേലിയ 3 ഏകദിനങ്ങളും 3 T20 മത്സരങ്ങളും കളിക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൂടിൽ വെന്തുരുക്കി യൂറോപ്പ്. മനുഷ്യപ്രവർത്തനം മൂലമുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം യൂറോപ്പിനെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളെക്കാൾ കൂടുതൽ വേഗത്തിൽ ചൂടേറിയിടമാക്കി മാറ്റുന്നു എന്ന് ശാസ്ത്രജ്ഞർ. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണതരംഗം പതിവാകാൻ ഇടയാക്കുമെന്ന് മുന്നറിയിപ്പ്. ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ ദിനങ്ങൾ രേഖപ്പെടുത്തി ഫ്രാൻസും ബ്രിട്ടനും. പശ്ചിമ യൂറോപ്പിൽ അസാധാരണമായ ചൂടിന് കാരണം വടക്കൻ ആഫ്രിക്കയിൽ നിന്നുള്ള ഉഷ്ണവായു വഹിക്കുന്ന ഹീറ്റ് ഡോമസൺ. ചൂട് കാരണമുള്ള മരണങ്ങളുടെ എണ്ണത്തിൽ ഞെട്ടിക്കുന്ന വർധനവ്. UK-യിലെ നിലവിലെ താപനില 35 ഡിഗ്രി സെൽഷ്യസ്. UK-യിലെ ബാങ്ക് ഹോളിഡേ വാരാന്ത്യത്തിൽ ഏകദേശം 1000-ഓളം അനധികൃത കുടിയേറ്റക്കാർ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയതായി ഹോം ഓഫീസിന്റെ കണക്കുകൾ. വെള്ളിയാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ 14 ബോട്ടുകളിലായി ബ്രിട്ടനിലെത്തിയത് 989 പേർ. 2026-ൽ യൂറോപ്യൻ വൻകരയിൽ നിന്നും ചാനൽ കടന്ന് ബ്രിട്ടനിലെത്തിയ 10-ൽ ഒരാളെത്തിയത് ഹോളിഡേ വാരാന്ത്യത്തിൽ. ചാനൽ വഴി അനധികൃത കുടിയേറ്റം തടയാനുള്ള നടപടികൾ എടുത്ത് അധികൃതർ. ഫ്രാൻസിലെ ബീച്ചുകളിൽ പരിശോധനകൾ നടത്താനും മനുഷ്യക്കടത്ത് സംഘത്തെ ജയിലിൽ അടയ്ക്കാനുമായി ഫ്രാൻസുമായി ബ്രിട്ടൻ കരാറുണ്ടാക്കി. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ അമേരിക്ക സന്നദ്ധമാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ.
റൂബിയോയുടെ പ്രതികരണം കീവിനെ ലക്ഷ്യമിട്ട് റഷ്യ വ്യോമാക്രമണം ശക്തമാക്കുകയും നയതന്ത്ര പ്രതിനിധികളോട് ഉടൻ രാജ്യം വിട്ടു പോകാൻ ആവശ്യപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ യുക്രൈനിലെ US എംബസിയിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ എത്രയും വേഗം ഒഴിപ്പിക്കണമെന്ന് സെർജി ലാവ്റോവ് അമേരിക്കൻ പ്രതിനിധിയോട് നിർദ്ദേശിച്ചതായും റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം. യൂറോപ്യൻ സഖ്യകക്ഷികൾക്ക് അടിയന്തര ഘട്ടത്തിൽ നൽകി വരുന്ന യുദ്ധവിമാനങ്ങൾ, യുദ്ധക്കപ്പലുകൾ, ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സൈനിക സഹായങ്ങൾ ഗണ്യമായി വെട്ടിക്കുറയ്ക്കാൻ അമേരിക്ക. നാറ്റോ സഖ്യത്തിലെ രാജ്യങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ പ്രതിസന്ധി. അമേരിക്ക നാറ്റോ സഖ്യത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിയേക്കും. യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സൈന്യത്തിനായി ആവശ്യത്തിന് പണം ചെലവഴിക്കുന്നില്ല എന്ന് കുറ്റപ്പെടുത്തി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ജർമ്മനിയിൽ നിന്ന് 10,000-കണക്കിന് US സൈനികരെ പിൻവലിക്കുമെന്നും ട്രംപ്. വിഷയത്തിൽ പ്രതികരിക്കാതെ ജർമ്മൻ പ്രതിരോധ മന്ത്രാലയം. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടി ശരിവെച്ച് സുപ്രീം കോടതി. SIR നടപടി ഭരണഘടനയ്ക്ക് ജീവൻ നൽകുന്ന ഒന്നാണെന്നും കൃത്യവും സമഗ്രവുമായ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണിതെന്നും കോടതി. പുതിയ നടപടി നിലവിലുള്ള നിയമങ്ങളോ ഭരണഘടനാ വ്യവസ്ഥകളോ ലംഘിക്കുന്നില്ല എന്നും വിധിയിൽ പരാമർശം. കർണാടക PCC അധ്യക്ഷനും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ മുഖ്യമന്ത്രിയാകും. ഹൈക്കമാൻഡ് തീരുമാനം വന്നാൽ ഉടൻ ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ. സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി സമ്മർദ്ദതന്ത്രങ്ങളും വിലപേശലുകളും ശക്തമാക്കി സിദ്ധരാമയ്യ അനുകൂലികൾ നടത്തുന്നത് സ്ഥാനമൊഴിഞ്ഞാലും സർക്കാരിലും പാർട്ടിയിലും DK ശിവകുമാറിന് പൂർണ്ണ നിയന്ത്രണം ലഭിക്കാതിരിക്കാനുള്ള നീക്കങ്ങൾ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി. തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൗൺസിലർമാരുടെ കൂട്ടപ്പലായനം. പാർട്ടിക്കുള്ളിൽ അസംതൃപ്തി പരസ്യമാക്കി മുതിർന്ന നേതാക്കളും രംഗത്ത്. CMRL മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡ്. ED ഉദ്യോഗസ്ഥരുടെ പരിശോധന പിണറായി വിജയന്റെ വീട്ടിലും CMRL ഓഫീസിലും അടക്കം 10 ഇടങ്ങളിൽ. CMRL MD ശശിധരൻ കർത്തയുടെ വീട്ടിലും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും റെയ്ഡ് നടന്നു. നടപടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മേൽക്കോടതിയെ സമീപിക്കാൻ ഒരാഴ്ച സാവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും അംഗീകരിക്കാതെ കോടതി. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ നൽകിയെന്ന SFIO കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് EDയുടെ റെയ്ഡ്. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ കേസ് നേരത്തിരുത്തലിൽ ADGP MR അജിത് കുമാറിനെതിരായ അന്വേഷണത്തിൽ കൂടുതൽ പേരുടെ മൊഴിയെടുക്കും. മർദ്ദന കേസ് അന്വേഷിച്ചിരുന്ന ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരുടെയും ADGP ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെയും മൊഴി SIT രേഖപ്പെടുത്തും. നവകേരള സദസ്സിനിടെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാൻ അടക്കമുള്ളവർ മർദ്ദിച്ച സംഭവത്തിൽ കേസ് എഴുതി തള്ളിയത് കേസ് ഡയറി തിരുത്തിയതിനാൽ ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുന്നത് കേസ് ഡയറി തിരുത്തിയ സംഭവത്തിൽ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.